ലോകത്തിനാകെ മാതൃകയായിരുന്നു കോവിഡ് മഹാമാരിക്കെതിരായ പഴുതുകളടച്ച കേരളത്തിന്റെ പ്രതിരോധം. ആ മഹാപ്രതിരോധത്തെ അന്ന് തുരങ്കം വെക്കാൻ നോക്കിയവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. അതെല്ലാം കേരള ജനത തള്ളിക്കളഞ്ഞതുമാണ്. അന്ന് ഇക്കൂട്ടർ ഉന്നയിച്ചതും തുരുമ്പെടുത്തതുമായ ഒരു ആരോപണമായിരുന്നു അമിത വില നൽകി PPE കിറ്റ് വാങ്ങിയെന്നത്. അതേ നുണയിത പ്രതിപക്ഷം ഒരു CAG പരാമർശത്തിന്റെ പേരിൽ പൊടി തട്ടിയെടുത്തിരിക്കുന്നു. അധിക വില നൽകി PPE കിറ്റ് വാങ്ങിയെന്ന്. എന്തായിരുന്നു അന്നത്തെ സാഹചര്യം? കൊടുങ്കാറ്റിനേക്കാൾ വേഗത്തിൽ ഒരു മഹാമാരി പടരുന്നു. പ്രതിരോധത്തിന്റെ മുൻ മാതൃകകളില്ല. ലോകമാകെ പകച്ചു നിന്നപ്പോൾ നാം പതറാതെ പൊരുതി. അതിലൊന്നായിരുന്നു പ്രതിരോധ പ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള PPE കിറ്റ്. രോഗം ഇവർക്ക് പിടിപെടാതിരിക്കാനുള്ള ഏക വഴി. ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നീട് ഉപയോഗിക്കാനോ റീസൈക്കിൾ ചെയ്യാനോ പറ്റാത്തത്. പക്ഷെ അതാകട്ടെ ആവശ്യത്തിന് കിട്ടാനില്ല. അതും പറഞ്ഞ് സർക്കാർ കൈമലർത്തിയില്ല. ഒരു ദൗർലഭ്യവും വരുത്താതെ പഴുതടച്ച നടപടി. അതിനു നേരെയാണ് ഇപ്പോൾ ചിലർ കൊഞ്ഞനം കുത്തുന്നത്. അതിനായി ആയുധമാക്കുന്ന CAG റിപ്പോർട്ടിൽ തന്നെ വിവിധ കമ്പനികളിൽ നിന്ന് 450 രൂപ വീതം നൽകി 5 ലക്ഷത്തോളം PPE കിറ്റുകൾ വാങ്ങി എന്ന കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഒന്നും പറയാനില്ല. എന്നാൽ അതിനുശേഷം ഒരു കമ്പനിയിൽ നിന്ന് 15,000-ഓളം PPE കിറ്റ് 1,500 മുതൽ 1,736 രൂപ വരെ കൊടുത്ത് വാങ്ങി എന്നതിനെയാണ് പ്രധാനമായിട്ടും CAG ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. ഇതാകട്ടെ ഒട്ടും കിട്ടാനില്ലാത്ത ക്ഷാമഘട്ടത്തിലാണെന്നത് വിമർശകർ മൂടിവെക്കുന്നു. കോവിഡ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ കിട്ടാവുന്ന പല കമ്പനികളിൽ നിന്നായി ആവശ്യത്തിന് PPE കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ആ സമയത്തെ വിപണിയിലെ മത്സരത്തിനനുസരിച്ചാണ്. മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചും കൊട്ടേഷനും ടെൻഡറും വിളിച്ചും മറ്റും വാങ്ങാൻ നിന്നാൽ പ്രതിരോധം നടക്കാത്ത സാഹചര്യം. അനുദിനം രോഗികൾ മരിച്ചു വീഴുന്നു. ആരോഗ്യ പ്രവർത്തകർ പോലും മരണഭീതിയിൽ. ലോകമാകെ ലോക്ക്ഡൌണിൽ. അത്തരം സാഹചര്യത്തിൽ മറ്റു കമ്പനികളിൽ നിന്ന് PPE കിറ്റ് കിട്ടാൻ സമയമെടുക്കുന്നതിനാൽ 15,000-ഓളം കിറ്റുകൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് അവർ പറഞ്ഞ പൈസയ്ക്ക് വാങ്ങിച്ചു. ഓർക്കുക, ഇതിന്റെ 40 ഇരട്ടി വേറെയും വാങ്ങി എന്നത്. അതിലൊന്നും കുഴപ്പമില്ല. എന്നാൽ അടിയന്തര ഘട്ടത്തിൽ നടത്തിയ അനിവാര്യമായ ഇടപെടലിന് മേലാണ് കരിനിഴൽ വീഴ്ത്താൻ നോക്കുന്നത്. കോവിഡ് കാലത്ത് രാജ്യത്ത് രോഗികളെ ശുശ്രൂഷിച്ച 196 ഡോക്ടർമാരാണ് അസുഖം ബാധിച്ച് മരിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ മരിച്ചത് തമിഴ്നാട്ടിലാണ്, 43 പേർ. ഗുജറാത്തിൽ 23, ബീഹാറിൽ 19, ഡൽഹിയിൽ 12, UPയിൽ 11 എന്നിങ്ങനെ പോകുന്നു മരിച്ച ഡോക്ടർമാരുടെ കണക്ക്. ഒരു ഡോക്ടറെ പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഇതിനൊരു പ്രധാന കാരണം PPE കിറ്റ് ലഭ്യമാക്കിയതാണ്. ഇങ്ങനെ കൃത്യമായി സർക്കാർ മിഷനറികൾ ചേർന്ന് പ്രവർത്തിച്ചതിനെയാണ് കണക്കിന്റെ കോളത്തിലിട്ട് അളക്കാൻ നോക്കുന്നത്. ഇവിടെ CAG കളിക്കുന്ന രാഷ്ട്രീയമാണ് പ്രതിപക്ഷത്തിന്റെയും ആയുധം. കിഫ്ബി ഉൾപ്പെടെ പലതിലും CAG കളിച്ചു. അതെല്ലാം ജനം തള്ളി. അത്തരം പൊളിഞ്ഞ നുണകളുടെ കോളത്തിലാകും PPE കിറ്റ് തിരക്കഥയെന്നും കാലം സാക്ഷ്യപ്പെടുത്തും.